വാട്ടിയ ഇലയിലുള്ള പൊരിച്ചോറ്, ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ. ചേച്ചി സ്നേഹത്തോടെ അനിയത്തിക്ക് പൊതിയുന്ന ഒരു പിടി ചോറുമായിട്ടാണ് കേട്ടോ നമ്മളിന്ന് വല്ലൂർക്ക് മടങ്ങണത്. കുറച്ച് ദിവസത്തെ വാസമൊക്കെ കഴിഞ്ഞ് ഉപ്പേരിക്കൂട്ടാനൊക്കെ ആയിട്ട് ഒരു പൊതി ചോറും ഒക്കെ ആയിട്ടാണ് നമ്മൾ മടങ്ങണേ. ചോറ്, മുളക് വറുത്തത്, ഉപ്പേരിക്കൂട്ടാൻ, നല്ല അടിപൊളി അച്ചാർ, ചമ്മന്തി, അതോടൊപ്പം തന്നെ സാമ്പാർ, പിന്നെ ശ്രീകുട്ടന് സ്പെഷ്യലായിട്ട് ചിക്കൻ കറി, പിന്നെ മുട്ട പൊരിച്ചത്. എൻ്റെ സാറേ, വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു കേട്ടോ. ഈ പൊതിച്ചോറിൻ്റെ രുചി അറിയണമെന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ വീട് മാറി നിൽക്കണം. എത്ര രുചിയുള്ള മന്തി കഴിച്ചു എന്ന് പറഞ്ഞാലും വീട്ടിലെ ചോറിന് ഒരു പ്രത്യേക രുചിയാണെന്ന് അത് ഉണ്ണുമ്പോൾ നമുക്ക് തോന്നാറുണ്ടല്ലേ. ഇത്തിരി വിശപ്പും കൂടി ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയേ വേണ്ട. പക്ഷെ അതിൻ്റെ രുചി കൂട്ടുന്നതേ വീട്ടിൽ നിന്ന് മാറിക്കുമ്പോഴാണ്. ഈ ട്രെയിനൊക്കെ കിട്ടാൻ വേണ്ടി ഓടി പാഞ്ഞ് പൂനെയിലേക്ക് പോണ സമയത്ത് കേട്ടോ, ട്രെയിനിൻ്റെ ഉള്ളിൽ കയറിയിരുന്ന് വീട്ടുകാരെ പിരിഞ്ഞ സങ്കടം വേറെ ഒരു സൈഡിൽ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ പൊതിച്ചോറ് തുറക്കുമ്പോണ്ടല്ലോ, എൻ്റെ ദൈവമേ, സങ്കടത്തിൻ്റെ തീവ്രത ഇരട്ടിക്കുമെന്നുണ്ടെങ്കിലും അത് നാവിൽ അങ്ങോട്ട് തൊടുമ്പോൾ വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. അങ്ങനെ ചേച്ചി ഇന്ന് കുറേ നാളുകൾക്ക് ശേഷം ചോറ് ഇങ്ങനെ പൊതിഞ്ഞ് തന്നപ്പോഴേ എനിക്ക് എന്താണെന്നറിയില്ല, പണ്ടത്തെ നമ്മുടെ ആ ഒരു പൂനെ കാലഘട്ടം ഉണ്ടല്ലോ, അതിങ്ങനെ നൊസ്റ്റാൾജിയായിട്ട് വന്നു. പൊതിച്ചോറും താങ്ങി പിടിച്ച് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് ബസ്സിലാണ് കേട്ടോ. അങ്ങനെ പൗണ്ട്, വരന്തരപ്പള്ളി, പാലപ്പള്ളി, ചിമ്മിനി ഡാം ബസ്സിൽ കയറി അവിടെ നിന്ന് റഹ്മാനിക്കാൻ്റെ ഓട്ടോയിൽ നമ്മൾ നമ്മുടെ വീട്ടിലും എത്തി. പാടമൊക്കെ കഴിഞ്ഞ് അങ്ങനെ ആ ഒരു പരിസരവും പ്രദേശവും ഒക്കെ കണ്ടപ്പോൾ ഒരു ജീവശ്വാസം വീണ പോലെ. പിന്നെ ഒന്നും നോക്കിയില്ല, ചൂലെടുക്കുക, അങ്ങോട്ട് ഇറങ്ങുക. ഈ മൂവാണ്ടനാണ് എനിക്ക് ഏറ്റവും അധികം പണി തരുന്നത് കേട്ടോ. ഇവൻ മൊത്തത്തിൽ ഇവൻ്റെ ഇല പൊഴിച്ചിട്ടിട്ട് നമുക്ക് നല്ലൊരു 1.5 പണി തന്നിട്ടുണ്ടായിരുന്നു. എങ്കിലും കുറച്ച് ചെടികളൊക്കെ കൊണ്ടുവന്ന കാരണം കൊണ്ട് അതും കൂടെ നട്ടിട്ടാവാം എന്ന് വിചാരിച്ചു നമ്മുടെ പൊതിച്ചോറ് തുറക്കൽ. സത്യം പറഞ്ഞാൽ പൊതിച്ചോറ് തുറക്കാനുള്ള ക്യൂരിയോസിറ്റി ആയിരുന്നു ചെടി നടുമ്പോൾ മനസ്സിൽ മുഴുവൻ ഉണ്ടായിരുന്നത് കേട്ടോ. പഴയ ചെടികളിൽ നടന്നത് പ്രൊപ്പഗേഷൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ. ഇനി ഇവന്മാർ നന്നായിട്ട് പൊടിച്ച് പന്തലിച്ച് വരുമ്പോൾ നമ്മളിതിനെ പുതിയ ചെടിയിലേക്ക് മാറ്റി ഉമർത്തിക്ക് വെക്കും. ഇപ്പോൾ വൻ പിന്നാമ്പുറത്ത് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നാമ്പുറമാണ് എൻ്റെ പ്രൊപ്പഗേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്, അതായത് വീടിൻ്റെ പിന്നാമ്പുറം. അങ്ങനെ അവരെയൊക്കെ താലോലിച്ചും തളിർത്തും നിൽക്കുന്ന ആൾക്കാരെയൊക്കെ കണ്ടും നിർവൃതി അടഞ്ഞ് നമ്മൾ ഇനി പതുക്കെ നമ്മുടെ പൊതിച്ചോറ് അഴിക്കാൻ പോവാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു മണം ഉണ്ടല്ലോ, അതായിരുന്നു മനസ്സ് മുഴുവൻ. ആ കൂർക്കുപ്പേരിയുടെ മണം മാത്രമല്ല, നല്ല മുരുമുരാന്നിരിക്കണം നമ്മുടെ മുളക് ചോറിൻ്റെ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ വഴുവഴുന്നായിട്ടുണ്ടോ, അതിങ്ങനെ ഞെരടി ഞെരടി നമ്മുടെ ചോറിലിട്ടിട്ട് ഇതുപോലെ ഒരു ഉണ്ടയൊക്കെ പിടിച്ചങ്ങോട്ട് കഴിക്കണം. എൻ്റെ സാറേ, എന്താണെന്നറിയില്ലടാ, എവിടെ പോയി ഭക്ഷണം കഴിച്ചാലും വീട്ടിലത്തെ ഭക്ഷണം എന്ന് പറയുന്നത് എനിക്ക് സ്വർഗ്ഗമാണ് കേട്ടോ. ഞങ്ങൾ രണ്ടാളും കൂടെ മിനിറ്റുകൾക്കുള്ളിൽ ആ ഒരു പൊതി കാലിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഇതുപോലൊരു പൊതിച്ചോറ് കെട്ടിയിട്ടേ നമ്മളും കഴിച്ചു നോക്ക്, സ്വർഗ്ഗമാണ്.